അപ്പോൾ കുഞ്ഞിപ്പെണ്ണിത് ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ സ്കൈൻ്റെ ഒരു കുഞ്ഞ് ലഞ്ച് എന്താണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമ്മൾ എന്താണ് ഞങ്ങളിവിടെ വീട്ടിൽ എന്താണ് വെക്കുന്നത് അത് തന്നെയാണ് സ്കൈക്ക് ലഞ്ചായിട്ട് കൊടുക്കാറ് കേട്ടോ. ചോറ് കറികൾ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് കാണിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൈക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ സ്കൈ? പൈനാപ്പിൾ കിച്ചടി തരട്ടെ? ആ വണ്ടി 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 പോകുന്നത് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ സ്കൈ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചോറ്, പൈനാപ്പിൾ കിച്ചടി ചോറ് മാമ കഴിക്കാം. ആ അപ്പോൾ ഇതാണ് സ്കൈ ബേബീൻ്റെ ലഞ്ച് കേട്ടോ. കുറച്ച് ചോറ്, പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. ഇച്ചിരി വലിയ പൈനാപ്പിൾ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇട്ടേക്കുന്നത്. സ്കൈക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ പൈനാപ്പിൾ കഴിക്കാൻ. അപ്പം പൈനാപ്പിൾ മാത്രം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. കുറച്ച് ചാറ് മതി കേട്ടോ. അത് എരിവൊന്നും ഇല്ലാത്ത കാരണം അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചൂട് ചോറായത് കാരണം ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൈക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുമാവയ്ക്ക് ഇഷ്ടമാണ്. മറ്റേരും തരാ കണ്ടിട്ടുണ്ടോ എൻ്റെ മാ വേണോ? എന്താ വേണ്ടേ? ആ കാലിലെന്താ? അവിടെ ഉണ്ടോടാ? അമ്മ എടുത്തു. അപ്പോൾ കൂട്ടുകാർ കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊന്നു കുഞ്ഞു വാവകളൊന്നും കഴിക്കുന്നില്ല, അതായത് എൻ്റെ വാവ ഒന്നും കഴിക്കുന്നില്ല, ഇത്ര വയസ്സായി സ്കൈ എങ്ങനെയാണ് കഴിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്കൈക്ക് കണ്ടു ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിലും കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. അവൾക്ക് മോരിലിട്ട് വെച്ച് എന്ത് കഷ്ണമാണേലും ഭയങ്കര ഫേവറേറ്റ് ആണ്. വെള്ളരിക്കയാണ് ഏറ്റവും ഫേവറേറ്റ് കേട്ടോ. എന്താ പറഞ്ഞ അവിടെ ചോറും പറ്റി വീണോ? സാരമല്ല, അമ്മ എടുത്തോളൂ കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് കൊടുക്കാൻ നോക്കാണ്ട് എന്താ പറയുക, ഇപ്പോൾ ഒരു ഉരുളയാണെങ്കിൽ ഇത്രയാണെങ്കിൽ അത്ര കഴിച്ചാൽ മതി. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ കൊടുത്തു നോക്കുക. അവരുടെ പുറകെ നടക്കേണ്ട ഒരു പ്രായം തന്നെയാണ് നമ്മുടെ ഇത് കേട്ടോ. ഞാനിതിപ്പോൾ കുറേ നേരം ചൂണ്ടിയിട്ടാണ് ഒരു വായി അവൾ വെക്കുന്നത് കേട്ടോ. മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടാഞ്ഞിട്ട്? പെണ്ണിന് ഫുഡൊക്കെ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഫീഡ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് നേരം അവൾ നടന്ന് കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് എന്തായാലും വിശക്കും. അപ്പോൾ കുറച്ച് എങ്ങനെയാണേലും ഒന്ന് രുചി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചോളൂ കേട്ടോ. അമ്മ മുത്ത് കഴിക്ക്. ഇതുണ്ടോ ചോറ് ഇവിടെ, അവളുടെ തല അവിടെയും. നേരെ ഇരുന്ന ഭാവി, നേരെ ഇരിക്ക്. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ, അമ്മേൻ്റെ പൊന്ന് ഗുഡ് ഗേൾ. പിന്നെ സ്കൈയെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവളും നല്ലോണം കഴിക്കാൻ, എല്ലാവരുടെയും നിന്ന് കുറച്ചാണേലും മേടിച്ച് അവളുടെ വയറ് നിറയും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ പൊതുവെ കൊടുക്കാറ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും നല്ലതാണ്. പകലങ്ങനെ എല്ലാവരും ഓരോ സമയത്താണ് കഴിക്കാറ്. രാത്രിയിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് കേട്ടോ ഫുഡ് കഴിക്കുക. അപ്പോൾ ആ ഒരു നേരത്തെങ്കിലും സ്കൈയിന് എല്ലാവരും വാരി കൊടുക്കും, ഓടിക്കളിക്കും. അപ്പോൾ അവളുടെ ഫുള്ള് ഫ്രീഡമായിട്ട് അവൾ കഴിക്കുന്ന ഒരു ടൈമാണ് നൈറ്റ്. അല്ല പൊന്നാ, എന്നിട്ട് മാമന് പോയി ക്ഷീണിച്ച് പോയോ? ഒന്ന് ചിരിക്കുക എങ്ങനെയാ അമ്മൻ്റെ മുത്ത്? പിന്നെ സ്കൈക്ക് ആകെ മൂഡ് ഓഫ് ആണ് കേട്ടോ. ഇന്ന് സ്കൈ എണീച്ച് പാടെ എന്നെ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു മൂഡ് ഓഫിലാണ് സ്കൈ ബേബി ഉള്ളത് അല്ലേ? പിണക്കാണോ അമ്മേനോട്? പിന്നെ നമ്മൾ ഓവറായിട്ട് നിർബന്ധിക്കരുത്. എന്താ പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ അമ്മമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വെച്ചിട്ടുണ്ട്, കഴിക്ക് ഞാൻ തരുന്നതല്ലേ അല്ലേ, അങ്ങനെ പറയില്ലേ? എന്താടി കഴിക്കാത്ത? അങ്ങനെയൊന്നും അവരെ നിർബന്ധിക്കരുത്. നിർബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവർ ഫുഡ് കഴിക്കില്ല കേട്ടോ. അങ്ങനെ നിർബന്ധിക്കാതിരിക്കുന്നതാണ് കൂട്ടുകാരെ നല്ലത്. അവർക്ക് പിന്നെ ഫുഡിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയിപ്പോകും. കാരണം അവരെപ്പോഴും ഫുഡ് എടുക്കുമ്പോൾ ചിന്തിക്കുക, ഇത് കഴിച്ചില്ല അമ്മ എൻ്റെ വഴക്ക് കേൾക്കണമല്ലോ, അങ്ങനെ ഓർത്ത് കഴിക്കുന്നത് അവർക്ക് ശരീരത്തിൽ പിടിക്കത്തില്ല എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. എനിക്കിതില്ല
അങ്ങനെ വഴക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോട് താല്പര്യമില്ല കേട്ടോ. അതേപോലെ കുഞ്ഞിപ്പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പാലുകൂടി കൂടുതലാണ് കേട്ടോ. അത് കാരണം അവക്ക് വിശപ്പൊന്നും അറിയുന്നില്ല, എനിക്ക് നല്ല വിശപ്പ് അറിയുന്നുണ്ട് കേട്ടോ. കൈ കഴിച്ചില്ലേല് പാല് ഞാൻ കഴിക്കാം, അത് നമുക്ക് പാലിലൂടെ എത്തൂലോ. കൈ കുഞ്ഞാ. അപ്പൊ അടുത്ത ഫൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇച്ചിക്ക് വാരി കൊടുക്കും പോലെ കാണിക്കും. അപ്പൊ അവള് വായ തുറക്കും. ഇവിടെ വാ ഇരിക്കും, ഞാൻ വാരി തരാ. ആ അവിടെ ഭയങ്കര സമ്മതാ വാരി കൊടുക്കാന്. അപ്പേ വാടാ, അമ്മ വാരി തരാടി. ഇവിടെ ഇരുന്നോട്ടാ, അവിടെ ഇരുന്നോ. അമ്മനെ മുറ്റ് കഴിച്ചോട്ടാ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. അമ്മന്റെ പൊന്നെ കണ്ടോ തന്നെ തുറക്കുന്നുണ്ടോ. അപ്പൊ ഇതൊക്കെയാണ് അടവുകള്. പയറ്റി നോക്ക് കൂട്ടുകാരെ, കണ്ടോ തന്നെ തുറക്കുന്നുണ്ടോ. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. അമ്മന്റെ പൊന്നെ ഗുഡ് ഗേൾ. സൂപ്പറായിട്ടോ. ഇങ്ങനെയൊക്കെയാണ് അടവുകൾ നടക്കുള്ളൂ കേട്ടോ. പിന്നെ സാമ്പവിക്ക് വാരി കൊടുക്കുന്നത് ഇഷ്ടമായത് കാരണം സാമ്പവിക്കും അതിൽ പോയിക്കോളൂ. നെയ്യ് ഒഴിച്ചോണ്ടോ നിനക്ക് നെയ്യ് ഇഷ്ടല്ല, അത് കൈക്ക് കൊടുക്കാൻ. ആ ചുമ്മാ എന്തായാലും കാണിക്കുള്ളൂ, ഇത് അവക്ക് എടുത്തതല്ലേ. നെയ്യ് ഒഴിച്ച് നിനക്ക് തരാം. ഗുഡ് ബോയ്, ഗുഡ്. കണ്ട കരയുന്നു, ചോറിന് വേണ്ടി കരയുന്നു. കരയുന്നു വെച്ച് ഇത്ര നേരം എന്താ കൊതി കൊത്തി അവിടെ കിടന്നു വെച്ച് ഇപ്പതാ എണീച്ചിരുന്ന ആന്ന്. ആ ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. നമ്മളവിടെ പ്രോത്സാഹിപ്പിക്കല്ലേ കുഞ്ഞാ. എടാ കൊച്ചിനെ ഒറ്റക്കിട്ടിട്ടാണ് കല്ല് പെറുക്കാൻ പോണത്. ഞാനൊക്കെ കല്ല് പെറുക്കി കീശയിലിടുന്നു. പാമ്പാം കൈ ഭയങ്കര വണ്ടി ഓടിക്കല്ല. പോയി കഴുകു കുഞ്ഞ, കല്ലും കൊണ്ടാണോ തൂക്കണേ. പ്രിയമ്മ വിളിക്കാടി. അയ്യോ ഇറങ്ങല ഇറങ്ങല, അപ്പ വരും ഇപ്പ, അപ്പ വരും ഇപ്പ. ആ ശരി ശരി ശരി. എന്ത് ഏത് ഭാഷയാ പറയുന്നേ? കാല് താത്തിയിട്, കാലവിടെ ഇട്. ആ ഇനി വണ്ടി ഓടിക്ക്. അപ്പയും മോളും പൊരിഞ്ഞ വണ്ടി ഓടിക്കലായിരുന്നു കേട്ടോ. എന്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ പിടിച്ചാലായോടി. നല്ല നട്ടുച്ച വെയിലത്ത് വണ്ടി ഓടിക്കാൻ ഇറക്കണം കേട്ടോ. വൈകുന്നേരം ഒന്നും പറ്റില്ല. വെയിൽ കൊണ്ടോട്ടെ, വെയിൽ കൊള്ളണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ടാറ്റാ. എന്റെ ദൈവമേ, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഒരു ഹൈഫൈ ഉണ്ട് അമ്മച്ച്. അന്റെ ചമ്പുടാന് ടാറ്റാ. അമ്മ കാണുന്നുണ്ട്, അമ്മ കാണുന്നുണ്ട്. ആ ഇത് വെയിലുണ്ടോടാ പൊന്ന. ആ വെള്ളം വീണതിനാണോ? മഴ പെയ്യുമ്പോഴങ്ങനെ തലയിൽ കൈ വെക്കൂട്ടോ. ആ ഷീറ്റിന് മേലെന്നായിരിക്കും, അല്ല ചെടീന്റെ മേലെ. അപ്പൻ്റെ ഫോണ് ബെല്ലടിക്കുന്നുണ്ട്. ഭയങ്കര വണ്ടി ഓടിക്കുന്നതാണ്. ചവിട്ടാൻ നോക്കുന്നുണ്ട്, എത്തിയിട്ടില്ല കേട്ടോ കാലത്തിലേക്ക്. അതേപോലെ തന്നെ കൂട്ടുകാരെ, നമ്മള് ഇപ്പം രണ്ട് പാരൻസ് എന്ന് പറയുന്നത്, ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ പാരൻറ് ഫുഡും കൂടി ജനിക്കുകയാണല്ലോ. രണ്ടുപേരും ഷെയർ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു ദേഷ്യവും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങാണ്ടാവുമ്പോഴോ അല്ലെ അവർക്ക് ഫുഡ് കഴിക്കാണ്ടാവുമ്പോഴോ ബാക്കി നമ്മുടെ കാര്യം ചെയ്യാണ്ടാവുമ്പോഴോ. എടാ വണ്ടി ഓടിക്കണോ, ഞാൻ വീഡിയോ എടുത്തിട്ട് പറയട്ടെ. രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് എല്ലാം നോക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, നല്ല രസമായിട്ട് തോന്നും. അപ്പോഴാണ് കേട്ടോ ഒരു അമ്മയായതിൽ അപ്പനായതിൻ്റെ ഒരു സന്തോഷം തോന്നുക അതിൽ കൂടിയാണ് കേട്ടോ. ഞാൻ എടുക്കാൻ വന്നതല്ലാന്ന്. എടാ കുഞ്ഞാ, ഒരു കുഞ്ഞുമാവ ഉണ്ടാകുമ്പോൾ രണ്ടുപേരും കൂടെ കെയർ ചെയ്യുമ്പോഴല്ലേ ശരിക്കും അതൊരു നല്ല സൂപ്പറായിട്ട് തോന്നുക.
രണ്ടുപേരുടെ കുഞ്ഞുമാവയാണേ അല്ലേ? ഒരാളുടെ കുഞ്ഞുമാവ മാത്രമേ. അങ്ങനെ ആവുമ്പോഴാണ് അമ്മയ്ക്കാണേലും അപ്പനാണേലും ഇപ്പൊ ഒരു കുഞ്ഞ് വേണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്. ഒരാൾ മാത്രം നോക്കുന്നത് കൊണ്ടൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാനാണേലും സാമ്പയാണേലും വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലൊന്ന് നമുക്ക് കിടന്നുറങ്ങാൻ പോലും ടൈം ഉണ്ടാവില്ല. പക്ഷെ അതിൽ നമ്മൾ സ്കൈനെ കൂടെ കൂട്ടുന്നുണ്ട് അല്ലേ? അത് കാരണം കൂടെ തന്നെ ഉണ്ട്. അപ്പം കൂടെ ഉണ്ട്. പിന്നെ ഒരു ഏജ് വരെ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കണല്ലോ. നമ്മുടെ കയ്യിലായിരിക്കുമല്ലോ ഒരു ഏജ് ആവുന്നവരെ. പിന്നെ നമ്മൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നത് അതൊക്കെ ഈ ഒരു പ്രായത്തിൽ ഭയങ്കരമായിട്ടല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇച്ചേനെ മടിയിൽ കിടന്നപ്പോഴത്തേക്ക് അവള് മേം വന്ന് കിടക്കുന്നു, എന്നെ തലോടി തരുന്നു. ഇച്ച എന്നെ തലോടുന്ന അപ്പത്തേക്ക് അവളും എന്നെ കെട്ടിപ്പിടിച്ച് തലോടി തരാണ്. അങ്ങനെ വല്ലാണ്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മള് വഴക്കൊക്കെ കൂടില്ലേ, പിള്ളേരുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്ന് വഴക്ക് കൂടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ റെസ്പെക്ട് ചെയ്യാം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുമ്പോ തന്നെ അതൊക്കെ അവര് കണ്ടെന്തോ ഐ ലവ് യു. അയ്യോടാ കുറ്റിയേ. അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് വേണം കേട്ടോ കൂട്ടുകാരെ. ഇല്ലടോ ഞാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ പറയുന്നത്, അല്ലാണ്ട് നിങ്ങൾ അത് ചെയ്യാന്ന് പറയുന്നത് ചെയ്യുന്നല്ല. നമ്മള് സ്കൈന്റെ കാര്യത്തിൽ അങ്ങനെയാണെന്നുണ്ടോ. കാരണം സ്കൈ നല്ലോണം ഇപ്പൊ ഒരു വയസ്സായിട്ടല്ലേ ഉള്ളൂ എന്നുള്ളതാണേലും സ്കൈ നല്ല പോലെ നോട്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇച്ചേ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇന്നത്തെ ഷോർട്സ് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഞാൻ ക്രീം ഇടുന്നത്, സാമ്പയാണേല് ഡാൻസ് കളിക്കുന്നു, അതൊക്കെ എന്തൊക്കെയുണ്ടോ അതനുസരിച്ച് അവളത് നോട്ടീസ് ചെയ്യും. മമ്മി ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിക്കും, പപ്പ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിക്കുക എന്നുള്ളതാണ് അവരിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. എന്താ കഴിഞ്ഞ ദിവസം അതേപോലെ എന്തൊക്കെയോ കുഞ്ഞിപ്പെണ്ണ് ചെയ്തു കേട്ടോ. ഭയങ്കര ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ ഞെക്കടാ, ഇങ്ങനെ ഞെക്കിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ കുഞ്ഞ് കഷ്ണം കേട്ടോ. എന്നിട്ട് അത് അവളുടെ സങ്കല്പത്തിൽ അത് ഫോണാണ്. എന്നിട്ട് അതിങ്ങനെ ഞെക്കിയിട്ടിങ്ങനെ ഹലോ അങ്ങനെ വിളിച്ചൊക്കെ. അപ്പോൾ ഞാനും സാമ്പത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നതെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അവർ കാണുന്നില്ല, എല്ലാവരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെയൊന്നല്ല കേട്ടോ. ഈ ഒരു സ്കൈക്ക് 1 വയസ്സാകുമ്പോൾ മുന്നേ പിന്നെ അവൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് തന്നെ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഹലോ കൂട്ടുകാരെ പറയാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആള്. മെല്ലെ ഇറങ്ങും, മെല്ലെ ഇറങ്ങണേ. ഗുഡ് ഗേൾ, ഇങ്ങ് വന്നേ. ഇവിടെ ഇരിക്കോ പന്ന, ഇവിടെ ഇരിക്കോ എൻ്റെ ദൈവമേ. പിന്നെ കുറെ ഓവറായിട്ട് നമ്മൾ ദേഷ്യപ്പെടരുത് അവരുടെ അടുത്ത്. ഹലോ അയ്യോ അവന് ചമ്പുരാനെ ആനോ റൈന ഇതിൽ ഓടി പോകുന്നുണ്ട് കൂട്ടുകാരെ. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കുഞ്ഞ, ആ പാട്ടൊന്ന് പറഞ്ഞ. പാട്ടില്ലേ, ഒരു പാട്ട് കേൾക്കുമ്പോൾ മാത്രം കുഞ്ഞിപ്പെട്ട് ഭയങ്കര സങ്കടപ്പെട്ടു, ഭയങ്കര. നമ്മൾ കഴിഞ്ഞ ദിവസം അത് റീൽസ് കണ്ടിട്ടാന്ന് ഞങ്ങൾ വിചാരിച്ചു, അതിൽ ആ കണ്ടന്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ആ കണ്ടന്റ് പാട്ട് നോക്കുന്നുണ്ടോ? ചാട്ടടാ പാട്. അന്താകായം പോനാലും അന്ത അത് സാമ്പാര് ഭാര്യ തെറ്റിപ്പോയതോടാ കരയാത്തത്. അമ്മ പാടും, ഞാൻ പാടുമ്പോ കേട്ടോ. സങ്കടപ്പെടുത്തുന്നുണ്ടടി. അല്ല ശരിക്കും അത് എന്താ സംഭവം കാണിച്ചു തരാനാ. ലിറിക്സ് അറിയത്തില്ല. കായം പോലും കൊണ്ട് ഒരു കൊന്നോടി പാട്ട്. എന്നെ ദൈവം എന്റെ പൊന്ന് കരയല്ലടാ. എന്തൊരു സങ്കടാന്നറിയാവോ. അതെന്താ അങ്ങനെ സങ്കടപ്പെടുന്ന അറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നിയേ ചിലപ്പോ റീൽസിനകത്തൊക്കെ നീ റീൽസ് കാണത്തില്ലേ, കുഞ്ഞിപ്പെണ്ണ് അടുത്ത് കാണുന്നുണ്ട്. ആ പാട്ട് മിക്ക പാട്ടും കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഭാഗങ്ങളല്ലേ കാണിക്കുന്നേ. അപ്പൊ അത് കണ്ടത് ഭയങ്കര സങ്കടമായി പോയി തോന്നുന്നു കേട്ടോ. ചിരിക്കുന്നതല്ല കരയുന്നതാണ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ
വിചാരിക്കുന്നു ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വിശേഷം. കുഞ്ഞു വീഡിയോയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിലാണ്. നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കൂട്ടുകാരെ. സ്കൈ ബേബീൻ്റെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നാളെ കാണാം. ഞാൻ നാളെ വരും. ടാറ്റ ടാറ്റ പറ പൊന്നാ.